അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാല് അവസാനത്തെ 3 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. 3-ാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത്. അത് പ്രവർത്തനിക്കാനുള്ള പ്രവർത്തനക്ഷമതയൊക്കെ വളരെ കൂട്ടും. കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കും. എന്നാൽ സഹപ്രവർത്തകരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ കുറച്ച് ശിഥിലമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പരിഗണിച്ച് വേണം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ. അതുപോലെ ബുധൻ വക്രത്തിലാണ്. അത് ചില രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ, അതുപോലെ കണക്കുകൾ, നികുതി, ബാങ്ക് ഇടപാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ അക്കൗണ്ടിങ്, അതുപോലെ വ്യാപാര രംഗം, IT മേഖല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ളവർക്കൊക്കെ കൂടുതൽ അംഗീകാരം കിട്ടാനുള്ള സാഹചര്യവും ഉണ്ട്. ധനപരമായിട്ട് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ധനം ചെലവ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയോ ഒന്നും ഇവർക്ക് ഉണ്ടാകുന്നില്ല. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ആലോചിക്കാവുന്ന കാലവുമാണ്. ആരോഗ്യപരമായിട്ട് തൊണ്ട, കഴുത്ത്, ഇങ്ങനെയുള്ള ശബ്ദം മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ ചെറിയ യാത്രകൾ ഈ കാലത്ത് കുറച്ച് കൂടുതലാവും. അതുകൊണ്ട് അത് കൊണ്ട് ഉണ്ടാവുന്ന ക്ഷീണമകറ്റുന്ന തരത്തിലുള്ള ഉറക്കം, അതുപോലെ വിശ്രമം, ഇതൊക്കെ ആവശ്യമായിട്ട് വരും. കുടുംബത്തിൽ സഹകരണം പൊതുവേ വർദ്ധിക്കും. സഹോദരന്മാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ, മുൻപുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ തീരാനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ പഠനത്തിൽ പുരോഗതി കാണാം. അവരിൽ നിന്ന് ചില നല്ല വാർത്തകളുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് മഹാലക്ഷ്മിയെ ഭജിക്കുക, മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പശുവിന് തീറ്റ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, പച്ചപ്പുല്ല് കൊടുക്കുക, അതുപോലെ വെളുത്ത വസ്ത്രം ദാനമായിട്ട് കൊടുക്കുന്നതും ശുഭകരമാണ്.